Hello friends, welcome back. You can see today's topic Microeconomics 1, in which we are going to discuss model question paper plus chapter wise analysis. We know there are 4 modules that come under Microeconomics 1. Calicut University first semester എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. എല്ലാവരും എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് 80 മാർക്കാണ്, 2.5 മണിക്കൂറാണ് നമുക്ക് ടൈം അലോട്ട് ചെയ്തിട്ടുള്ളത്. റൈറ്റ്, എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത്, എക്സാമിൻ്റെ പാറ്റേണ്, എക്സാമിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് ഫുൾ മാർക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഇസ്ന്റ് ഇറ്റ്? ഫുൾ മാർക്കിന് അറ്റൻഡ് ചെയ്യണം, ഫുൾ മാർക്ക് നേടാനും പറ്റും. കാരണം എന്താ, ക്വസ്റ്റ്യൻ പേപ്പറിൽ സീലിംഗ് ഉണ്ട്, അതിൽ ടോട്ടൽ മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നേടാൻ സാധിക്കും. ടൈം മാനേജ്മെൻറ്റ് ഈസ് ആൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം A to Z അനലൈസ് ചെയ്ത ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർ കോഴ്സാണ് എന്ത്, മൈക്രോ എക്കണോമിക്സ് 1. ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട, വറീഡ് ആവണ്ട, നിങ്ങൾ ചിട്ടയോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സ് 1 നമ്മുടെ കോർ കോഴ്സിൽ 80ൽ 80 മാർക്ക് കിട്ടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. നോ കോംപ്രമൈസ്. ഓക്കെ, 80ൽ 80 കിട്ടുമെന്ന് പറയുന്നത് 100% ഷുവറാണ്. ഓക്കെ, നോ ഡൗട്ട് അറ്റ് ഓൾ. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താ, എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലായിരിക്കണം. പ്ലസ് സിലബസ് ഏത് ഏരിയാസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഏരിയാസിന് ഫോക്കസ് ചെയ്യണം, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരിക, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അതുപോലെ ടൈം ടേബിളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ക്വസ്റ്റ്യൻസ് വായിക്കുക മാത്രമല്ല, എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്, അതിൻ്റെ കൺസെപ്റ്റ്, എല്ലാ കാര്യങ്ങളും വളരെ മികച്ച രീതിയിൽ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. പ്ലസ് ചാപ്റ്റർ വൈസ് അനാലിസിസ്. ഓക്കെ, നമുക്കറിയാം 4 മൊഡ്യൂൾസ് ഉണ്ട് അല്ലേ. ഏതൊക്കെയാണ്? എക്സ്പ്ലോറിങ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്, ഫസ്റ്റ് മൊഡ്യൂൾ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മൊഡ്യൂൾ. നമ്മൾ മൈക്രോ എക്കണോമിക്സ് 1 ഒക്കെ സിലബസ് വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ടാവാം. കാരണം എന്താ, മൈക്രോ എക്കണോമിക്സ് 1 പ്രധാനപ്പെട്ട ഏരിയാസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് 1 പ്ലേലിസ്റ്റ്, എൻ്റെ യൂട്യൂബ് ചാനലിലെ പ്ലേലിസ്റ്റ് എടുക്കാം, മൈക്രോ എക്കണോമിക്സിൻ്റെ ഓർഡറിൽ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യും. വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും മിക്സ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അപ്പോൾ ഇവിടെ 4 മൊഡ്യൂൾസ് വരുന്നു. സെക്കൻഡ് മൊഡ്യൂൾ ഏതാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്. തേർഡ് മൊഡ്യൂളാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ആൻഡ് ഫോർത്ത് മൊഡ്യൂൾ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അത്യാവശ്യം പഠിക്കാനുണ്ട്, പക്ഷെ കൺസെപ്റ്റൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ അതിൻ്റെ കർവും അതിൻ്റെ എക്സ്പ്ലനേഷനും നല്ലൊരു കൺക്ലൂഷനൊക്കെ കൊടുക്കാനുള്ള നല്ല റൈറ്റിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നോ ഡൗട്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് എഴുതേണ്ടത്, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, എസ്സേയിൽ ഇൻട്രൊഡക്ഷൻ വേണം, മെയിൻ ബോഡി വേണം, കൺക്ലൂഷൻ വേണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. നിങ്ങൾ സീനിയർ ബാച്ചിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന് കീഴിൽ മൈക്രോ എക്കണോമിക്സ് 1 നടത്തിയിട്ടുള്ള പക്ക ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ യൂട്യൂബ് ചാനലിൽ മൈക്രോ എക്കണോമിക്സ് 1 പ്ലേലിസ്റ്റ് എടുക്കുക, വീഡിയോസ് 1 by 1 ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കുക, റിവിഷൻ നടത്തുക, എക്സാം ഹാളിൽ ചെന്നിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട്, ധൈര്യത്തോട് കൂടിയിട്ട്, ടെൻഷൻ അടിക്കാതെ നല്ല ഉഷാറായിട്ട് എഴുതുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മൊത്തമായിട്ട് എഴുതേണ്ട വേദിയല്ല എക്സാം ഹാള്. എന്താണ് ചോദ്യം, അതിനനുസരിച്ചിട്ടുള്ള ആൻസർ എഴുതുക. 2 മാർക്കിന് ഒരിക്കലും എസ്സേ എഴുതരുത്, 5 മാർക്കിന് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എസ്സേ എഴുതരുത്. ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ മനസ്സിലാക്കുക, അതിൻ്റെ കമാൻഡ് മനസ്സിലാക്കുക. ഓക്കെ, 3 മാർക്കോ 2 മാർക്കോ എത്ര വേർഡ്സിൽ എഴുതണം, പാരഗ്രാഫ് ടൈപ്പാണോ, സീലിംഗ് എങ്ങനെയാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അതിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് അനാലിസിസ്, ഓക്കെ, ഈ 4 മൊഡ്യൂളിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസ് ഏതാണെന്ന് പറയാൻ പോകണം. ഓക്കെ,
മൊഡ്യൂൾ 1-ൽ നമുക്കറിയാം എക്സ്പ്ലോറിംഗ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്. നിങ്ങളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഒരു എസ്സേ ടൈപ്പ് എന്താണ്, ബേസിക് പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. ഓക്കെ, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. റൈറ്റ്, നമുക്കറിയാം നമ്മൾ ഒത്തിരി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഈ ടോപ്പിക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയയാണ് ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി ഓർ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ഓക്കെ, നിങ്ങൾ ആ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് നോക്കൂ. ഈ സിലബസിൽ നിങ്ങൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ്, isn't it? Efficient utilization of available resources, economic growth, എക്കണോമിക്സ് അതിൽ ഫേസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ്, അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്താണ് എസ്സേ ടൈപ്പ് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് 5 മാർക്ക് ഫോർമാറ്റിലും പഠിച്ചിരിക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്സേ ആവണമെന്നില്ല. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ചോയ്സ് എന്താണ്, ഓക്കെ, ചോയ്സ്, സ്കേഴ്സിറ്റി, ഇത് രണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുക. എക്കണോമിക്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്താണ്, സ്കേഴ്സിറ്റിയാണ് അല്ലേ. കാരണം എന്താ, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ബട്ട് റിസോഴ്സസ് ആർ സ്കേഴ്സ്. ഓക്കെ, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം ഡെഫിനേഷൻ ഓഫ് എക്കണോമിക്സ്. നമുക്കറിയാം വെൽത്ത് ഡെഫിനേഷൻ ഉണ്ട് അല്ലേ, ആഡം സ്മിത്ത്. ഓക്കെ, വെൽഫെയർ ഡെഫിനേഷൻ ഉണ്ട്, ആൽഫ്രഡ് മാർഷൽ. ദെൻ സ്കേഴ്സിറ്റി ഡെഫിനേഷൻ ഉണ്ട്, ലേൺ റോബിൻസ്. ദെൻ ഗ്രോത്ത് ഡെഫിനിഷൻ, സാമുവൽസൺ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയാസ് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് 5 മാർക്കിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോ മൈക്രോ വേഴ്സസ് മാക്രോ. വാട്ട് ആർ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, മൈക്രോ ആൻഡ് മാക്രോ, റാഗ്നർ ഫ്രിഷിനെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. എക്കണോമിക്സിൽ ആദ്യമായിട്ട് മൈക്രോ ആൻഡ് മാക്രോ എന്നുള്ള പദം ഉപയോഗിച്ച എക്കണോമിസ്റ്റാണ് റാഗ്നർ ഫ്രിഷ്. റൈറ്റ്, അപ്പോൾ ഇത്രയും ഏരിയാസ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, നോർമാറ്റീവ് എക്കണോമിക്സ്, പോസിറ്റീവ് എക്കണോമിക്സ്, എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ, ഇങ്ങനെ ഒത്തിരി ഏരിയാസ് കിടക്കുന്നുണ്ട്. എല്ലാ ഏരിയാസും പഠിക്കുക. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസാണ് ഇത്ര. ദെൻ എക്കണോമിക് സിസ്റ്റം ഓർ മാർക്കറ്റ് സിസ്റ്റം. ഓക്കെ, എക്കണോമിക് സിസ്റ്റംസ് ഓർ മാർക്കറ്റ് സിസ്റ്റംസ്. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്ന പദങ്ങളാണത് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, 3 major economic systems. Then socialist economy, again mixed economy. Okay, ഇവിടെ ഈ basic problems of an economy, how can we solve all these problems? Okay, that we are using different techniques under different economic system to solve economic problems. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആണ്, ഈ പ്രൈസ് മെക്കാനിസം ആണ്. സോഷ്യലിസ്റ്റ് എക്കോണമി എന്താണ്, കമാൻഡ് എക്കോണമിയാണ്, സെൻട്രലൈസ്ഡ് പ്ലാനിങ്. മിക്സഡ് എക്കോണമി വി ക്യാൻ സീ both private sector and public sector. Okay, coexistence of public and private sector, that we can see under mixed economy. The typical example is India. Right, വളരെ മനോഹരമായിട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്കണോമിക് സിസ്റ്റംസ്, ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്, ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്, ഇങ്ങനെ ബന്ധപ്പെട്ട ടോപ്പിക്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്ത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, PPC. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നിങ്ങൾക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്ലസ് 2 മാർക്കിന് നിങ്ങൾ പ്രതീക്ഷിക്കാം. 2 മാർക്കിനുണ്ട്. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ സ്ലോപ്പ്, മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ, MRT. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഫസ്റ്റ് മൊഡ്യൂൾ പറയാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ A to Z പഠിക്കുക, പക്ഷെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ് ഇത്ര ഏരിയ. ഓക്കെ, പോസിറ്റീവ് എക്കണോമിക്സ്, നോർമാറ്റീവ് എക്കണോമിക്സ്, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ്, ഈ കൺസെപ്റ്റ് ഒക്കെ 2 മാർക്കിൻ്റെ രീതിയിൽ പഠിച്ചു വെക്കുക. പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ് നിങ്ങൾ ഒരു 5 മാർക്കിൻ്റെ പെർസ്പെക്റ്റീവിലും പഠിച്ചു വെക്കുക. റൈറ്റ്, സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പറയാം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് ആണ്. എല്ലാ ടോപ്പിക്സും വളരെ വളരെ സിമ്പിളാണ്. A to Z നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി. ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ടോപ്പിക്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ജോഡിയായിട്ട് പഠിക്കുക കേട്ടോ, പെയറായിട്ട് പഠിക്കുക. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സെപ്പറേറ്റ് ആയിട്ടും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വേറെ സെപ്പറേറ്റ് ആയിട്ടല്ല പഠിക്കേണ്ടത്.
ഒരുമിച്ചിട്ട് പഠിക്കുക. ഞാൻ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഒരു മിനി വീഡിയോ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ പറയുമ്പം തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം 5 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതിൻ്റെ കർവും അതിൻ്റെ ഡെഫിനിഷനും അനാലിസിസും കോയിഫിഷ്യൻ്റും ഒക്കെ ഏറെക്കുറെ സെയിം ആണ്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പം നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോ 5 മാർക്ക് എസ്സേ ടൈപ്പ്, 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ദെൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ആൾസോ ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ പെർസെൻറ്റേജ് മെത്തേഡ്, ആർക്ക് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ ആ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഫോർമുല നല്ല രീതിയിൽ മനസ്സിലാക്കുക. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ സിലബസ് നോക്കൂ നിങ്ങൾ. എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ലോ ഓഫ് ഡിമാൻഡ്, സെറ്റീരിയസ് പാരിബസ്, വെരി ഷോർട്ട് ആൻസർ ചോദിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. ഇപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നിങ്ങൾ എസ്സേക്ക് പഠിച്ചു, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ അത് 2 മാർക്കിനായിരിക്കും. അപ്പോൾ അവിടെ എല്ലാ ടൈപ്സും ഒരു എസ്സേ എഴുതാൻ പാടുണ്ടോ? ഇല്ല. ടൈം മാനേജ്മെൻറ്റ്, കാരണം റൈറ്റ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ്. എന്താണ് ചോദ്യം, അതിനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ കൊടുക്കേണ്ടത്. ഓക്കെ, നല്ല പഠിക്കുന്ന കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നില്ല. നല്ല സ്ട്രാറ്റജിയും ഐഡിയയും റൈറ്റിംഗ് സ്കില്ലും വിളവുള്ള കുട്ടികൾക്കാണ് എന്ത് ചെയ്യുക. വിളവ് എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കല്ല കേട്ടോ, അങ്ങനെ സ്ട്രാറ്റജി. കാരണം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ നടത്തി ക്വസ്റ്റ്യനും നോക്കുന്നില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നില്ല, ഒരു സ്ട്രാറ്റജിയും സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്, ഹാർഡ് വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ റിസൾട്ട് ചിലപ്പം ബെറ്റർ ആവണമെന്നില്ല. ഓക്കെ, നല്ല റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, നല്ല സ്ട്രാറ്റജി വേണം, ധൈര്യം വേണം, ആൻസർ കിടിലനായിരിക്കണം, ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നതോ എഴുതുന്നതോ അതൊക്കെ ഒരു പക്വമായിരിക്കണം, പാരഗ്രാഫൊക്കെ തിരിച്ചിട്ട് പോയിന്റ്സ്. കാരണം എന്താ, നിങ്ങൾ വാരി വലിച്ച എഴുതുന്നതല്ല കാര്യം, നിങ്ങൾ എഴുതുന്നത് പോയിന്റ് ആയിരിക്കണം. പേപ്പർ നോക്കുന്ന ആൾ വാല്യൂ. ഇപ്പം ഞങ്ങളൊക്കെ വാല്യൂഷൻ ക്യാമ്പിൽ ചർച്ച ചെയ്യുന്ന സംഭവം, ഒരു പേപ്പറൊക്കെ വായിക്കുമ്പോൾ അതിലൊക്കെ പോയിന്റ്സ് കിട്ടാൻ ഒത്തിരി പാടാണ്. അതിനാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കാണുക. ഒരു 18 മിനിറ്റിൻ്റെ അടുത്തുള്ള വീഡിയോ, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ എക്സാം എഴുതുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, എക്സാമിൻ്റെ പാറ്റേൺ, ക്വസ്റ്റ്യൻ പാറ്റേൺ എല്ലാം പറയുന്നുണ്ട്. A to Z മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ A to Z പഠിച്ചോളൂ. ഡിറ്റർമിനൻസ്, ഡിമാൻഡ് ഫംഗ്ഷൻ, സപ്ലൈ ഫംഗ്ഷൻ. ഓക്കെ, അതിങ്ങനെ കൊണ്ടുവന്നിട്ട് എന്താണ്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ്, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സപ്ലൈ. ഓക്കെ, ഇലാസ്റ്റിസിറ്റി, ദെൻ എവിടേക്ക് എത്തിക്കണം, മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആകുന്ന സമയം. അപ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം 2 മാർക്കിന് ചോദിക്കാം. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിമാൻഡും സപ്ലൈ വരച്ചിട്ട് ആ ഇക്വിലിബ്രിയം കാണിച്ചു കൊടുക്കുക. ഓക്കെ, 5 മാർക്ക് ആകുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു ഡിമാൻഡും സപ്ലൈ ഷെഡ്യൂളും ചെയ്തിട്ട് ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കാണിക്കുക, അത് കർവ് ചെയ്യുക, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ എന്തായി, മനോഹരമായിട്ടുള്ള എസ്സേ ആയി. ഓക്കെ, ഞാൻ പറയുന്ന കാര്യം നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ടൈപ്സ് ഓഫ് ഡിമാൻഡ് ഉണ്ട്, ഇങ്ങനെ ബന്ധപ്പെട്ട ഒത്തിരി കൺസെപ്റ്റ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ നമുക്കൊരു എസ്സേ അല്ലെങ്കിൽ 5 മാർക്ക് 100% ഉറപ്പിച്ചോളൂ, ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട ഏരിയ. ഓക്കെ, ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡ് ഫംഗ്ഷന്, ലോ ഓഫ് സപ്ലൈ, സപ്ലൈ ഫംഗ്ഷൻ, ഡിറ്റർമിനൻസ്, ടൈപ്സ് ഓഫ് ഡിമാൻഡ്, ഈ ഏരിയാസ് ഒന്നും ഇമ്പോർട്ടൻസ് അല്ല എന്നല്ല പറയുന്നത്, പഠിക്കണം, ഫോക്കസ് ചെയ്യണം, പക്ഷെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഏരിയ ഇതാണ്. റൈറ്റ്, ദെൻ തേർഡ് മൊഡ്യൂൾ വരുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ ഈ 4 മൊഡ്യൂൾസിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളിനും തേർഡ് മൊഡ്യൂളിനും കൊടുക്കും. വി നോ ദ ടൈറ്റിൽ ഓഫ് തേർഡ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, then equal marginal utility, then next one indifference curve analysis, then revealed preference theory. 3 areas നിങ്ങൾ ഫോക്കസ് ചെയ്തു. ഓക്കെ, എക്കണോമിക്സിൻ്റെ പേരൊക്കെ ഓർത്തുക്കുക. യൂട്ടിലിറ്റി, ഡിഫൈൻ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് ആൻഡ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. റിവീൽഡ് പ്രിഫറൻസ് തിയറി നമ്മളെ പോൾ സാമുവൽസൺ, ഓക്കെ, അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. 1970 നൊബേൽ പ്രൈസ് എക്കണോമിക്സിൽ കിട്ടിയ
economist ആണ്, റിവീൽഡ് പ്രിഫറൻസ് തിയറി ഒരു ബിഹേവിയറൽ അപ്രോച്ച് ആണ്. ഇൻഡിഫറൻസ് കർവ് RGD അലൻ JRX ഓർഡിനൽ അപ്രോച്ച് ആണ്. ഓക്കെ, ദെൻ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി, ഇക്യു മാർജിൻ യൂട്ടിലിറ്റി അനാലിസിസ് ഒക്കെ തറവായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇൻഡിഫറൻസ് കർവിൽ നമുക്കറിയാം മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ്, isn't it? Indifference curve map, consumer equilibrium using indifference curve. Another very important topic, you can see the syllabi in which you can see decomposition of price effect into income effect and substitution effect. Hicks approach, Slutsky approach. മനോഹരമായിട്ടുള്ള കർവൊക്കെ വെച്ച് കറക്റ്റ് ആശയങ്ങൾ മനസ്സിലാക്കുക. അവിടെ ഇൻഫീരിയർ ഗുഡ്, നോർമൽ ഗുഡ്, ലക്ഷറി ഗുഡ്, ഗിഫൺ ഗുഡ്, ഇതിൻ്റെയൊക്കെ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കുക. ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്തു വരുന്നത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഓക്കെ, ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പും ബജറ്റ് ലൈനിൻ്റെ സ്ലോപ്പും ടാൻജൻ്റ് ആകുന്ന പോയിന്റാണ് എന്ത് ചെയ്യുക, കൺസ്യൂമർ ഇക്വിലിബ്രിയം. അവിടെ നിങ്ങൾ ഗ്രാഫ് വരക്കുക, റിവിഷൻ നടത്തുക, വരച്ചിട്ട് പഠിക്കുക. എസ് എ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യുക, മൊഡ്യൂൾ 3 ഫോക്കസ് ചെയ്യുക. മൊഡ്യൂൾ 4 വരുമ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കാരണം എന്താ, മൊഡ്യൂൾ 4 ടൈറ്റിൽ തന്നെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. നിങ്ങൾ സിലബസ് നോക്കൂ, അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ദെൻ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, തിയറി ആണെന്ത്, the law of or theory of returns to scale. The law of variable proportions and law of returns to scale. essay നിങ്ങൾക്ക് 100% എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ദെൻ എക്കോണമീസ് ഓഫ് സ്കെയിൽ, ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ, അതിൻ്റെ ടൈപ്സ്, ദെൻ ഫോക്കസ് ചെയ്യുക കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ് റിലേഷൻഷിപ്പ്, അതിൻ്റെ കർവൊക്കെ ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റ് കട്ട് ചെയ്യുന്നത്, ബോട്ടം പോയിന്റ് ഓഫ് ദ ആവറേജ് കോസ്റ്റ് നമുക്കറിയാം. ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഡയഗ്രാം വളരെ സ്പെസിഫിക് ആയിട്ട് ക്ലിയർ ആയിട്ട് വരക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, കർവിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷനൊക്കെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ഏരിയാസ് ഫോക്കസ് ചെയ്യുക. ദെൻ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആൻഡ് റിട്ടേൺസ് ടു സ്കെയിൽ. ദെൻ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട സംഭവമാണ് ഐസോകോണ്ട്. ഓക്കെ, ഐസോകോണ്ടിൽ നമുക്ക് അതിൻ്റെ സ്ലോപ്പ് പറയാം MRTS. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൊഡ്യൂൾ 3 മൊഡ്യൂൾ 4 നിങ്ങൾക്ക് ഒത്തിരി ഏരിയാസ് കമ്പയർ ചെയ്ത് പഠിക്കുക, എസ്പെഷ്യലി ഇൻഡിഫറൻസ് കർവ് ആൻഡ് ഐസോകോണ്ട്. ഓക്കെ, ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പാണ് എന്ത്, MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഐസോകോണ്ട് കാരണം എന്താ, പ്രൊഡ്യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഏത് ലോക്കസ് ഓഫ് പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഈക്വൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ദാറ്റ് ഈസ് ഐസോകോണ്ട്. ഐസോകോണ്ടും ഇൻഡിഫറൻസ് കർവും മാറിപ്പോകരുത്. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം, ലീസ്റ്റ് കോസ്റ്റ് ഇൻപുട്ട് കോമ്പിനേഷൻ. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ്, യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചിട്ട് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ടാൻജൻസി ബിറ്റ്വീൻ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആൻഡ് സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ. പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം ടാൻജൻസി ബിറ്റ്വീൻ സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട്, ദാറ്റ് ഈസ് MRTS, marginal rate of technical substitution and slope of isocost. ഓക്കെ, ഇവിടെ ബജറ്റ് ലൈൻ ആണ് ഇൻഡിഫറൻസ് കർവിൽ വരിക, അഥവാ കൺസ്യൂമേഴ്സ് പോയിന്റിൽ വരിക. ഇവിടെ എന്താണ്, ഐസോകോസ്റ്റ് ലൈൻ ആണ്. ഓക്കെ, ആ കർവൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇത്രയും ഏരിയാസാണ് ഈ 4 മൊഡ്യൂൾസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിൽ നിന്ന് ഏറെക്കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Now I will like to explain മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, രണ്ട് ഞാൻ ഒരുമിച്ചിട്ടാണ് പറയാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മൈക്രോ എക്കണോമിക്സ് 1 ബന്ധപ്പെട്ട് നമുക്ക് കാണാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ, ദെൻ പാരഗ്രാഫ് ടൈപ്പ് ആൻഡ് ലോങ് എസ്സേ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. സി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെരി ഷോർട്ട് ആൻസർ ആണ്, 4 പോയിന്റ്സ്, അതിൽ കൂട്ടരുത്. അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റ് ഇക്വിലിബ്രിയം ഫുൾ മാർക്ക് കിട്ടാൻ ഐഡിയ ഉണ്ട്. മാർക്കറ്റ് ഇക്വിലിബ്രിയം റെപ്രസെൻറ്റ്സ് ദാറ്റ് ഈസ് ബോത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആർ ഈക്വൽ. Demand and supply curve intersect. For example, see the figure given below. Just
സപ്ലൈ ഡിമാൻഡ് ഈ ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകരുത്. ദിസ് ഈസ് ഇനഫ്, യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, അതേപോലെ ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ ഒക്കെ ചോദിക്കുമ്പോൾ ceteris paribus, other things remain the same. There is a inverse relationship between price of the product and its quantity demanded. അത് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് എന്ത് ചെയ്യുക, ഡിമാൻഡ് കർവ്, isn't it? ഡൗൺവേർഡ് സ്ലോപ്പ് ഇൻ ഡിമാൻഡ് കർവ് എന്ന് വരച്ചിട്ട് 5 മാർക്ക് ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. വെരി ഷോർട്ട് ആൻസർ ആണെങ്കിൽ എന്താണ്, ജസ്റ്റ് വരച്ചാൽ മതി. റൈറ്റ്, ഇങ്ങനെയാണ് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം വളരെ വിശദമായിട്ട് നല്ല കിടിലം വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുക്കാൻ, നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, അതേ ടെക്നിക്ക് നിങ്ങൾ ഉപയോഗിക്കാം. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യനും എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് പറയാറുണ്ട്, നല്ല രീതിയിൽ മനസ്സിലാക്കുക. റൈറ്റ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്രൈസ് തിയറി? മൈക്രോ എക്കണോമിക്സിന് മറ്റൊരു പേരാണിത് പ്രൈസ് തിയറി. മാക്രോ എക്കണോമിക്സിന് ഇൻകം തിയറി. മൈക്രോ എക്കണോമിക്സ് പോപ്പുലറൈസ് ചെയ്തത് ആഡം സ്മിത്ത്. ഓക്കെ, മാക്രോ എക്കണോമിക്സ് പോപ്പുലറൈസ് ചെയ്തത് ജോൺ മെനാർഡ് കെയ്ൻസ്. മൈക്രോ വേഴ്സസ് മാക്രോ, ആർ ദെയർ എനി ഡിഫറൻസസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്? നമ്മുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഞാൻ വീഡിയോ ഒക്കെ പറയുന്നത് നിങ്ങൾക്കത് വാച്ച് ചെയ്യാം, പോയിന്റ്സ് കളക്ട് ചെയ്യാം. റൈറ്റ്, തേർഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. നിങ്ങൾ ആലോചിക്കുക, നമ്മളിപ്പോൾ ജസ്റ്റ് പ്രഡിക്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് റോബിൻസൺ ഒന്നും മറക്കണ്ട, ഷാറായിട്ട് പഠിക്കാൻ നല്ല രീതിയിൽ ചെയ്യാം. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ നോർമാറ്റീവ് ആൻഡ് പോസിറ്റീവ് എക്കണോമിക്സ്. ഓക്കെ, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, പോസിറ്റീവ് എക്കണോമിക്സ് വിച്ച് ഈസ് ഫ്രീ ഫ്രം വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് അല്ലേ. നോർമാറ്റീവ് എക്കണോമിക്സ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പോളിസി മേക്കിംഗ് പെർസ്പെക്റ്റീവ് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. നൗ ഫിഫ്ത്ത് വൺ, വൈ എക്കണോമിക് തിയറി ഈസ് ഓൾവേസ് വിത്ത് ഇൻബിൽറ്റ് അസംഷൻസ്? ലോ ഓഫ് ഡിമാൻഡ്, അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, അസംഷൻസ് ആണ്. Income of the consumer is constant, taste of the consumer is constant, price of other commodity is constant. Okay, ഇങ്ങനെ വെക്കുന്ന സമയം അപ്പം അസംഷൻസിൻ്റെ ബേസ് ചെയ്തിട്ട് എക്കണോമിക് മോഡൽ തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റൈറ്റ്, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആലോചിക്കണം നിങ്ങൾ ഫസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഡിഡക്റ്റീവ്, ഇൻഡക്റ്റീവ് ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിക്സ്ത് വൺ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എക്കണോമിക് സിസ്റ്റംസ്? റൈറ്റ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, 5 മാർക്ക് വരികയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ നിങ്ങൾ എക്കണോമിക് സിസ്റ്റത്തിൽ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി ആൻഡ് മിക്സഡ് എക്കോണമി വളരെ സിമ്പിളായിട്ട് കൊടുക്കുക. നൗ സെവൻത്ത് വൺ, വാട്ട് ഈസ് മീൻ ബൈ ബജറ്റ് ലൈൻ? തേർഡ് മൊഡ്യൂൾ അല്ലേ. ഇൻഡിഫറൻസ് കർവിൽ ഞാൻ പറഞ്ഞു കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ടാൻജൻസി ബിറ്റ്വീൻ ദ സ്ലോപ്പ് ഓഫ് ബജറ്റ് ലൈൻ ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ദ കൺസ്യൂമർ ടു പർച്ചേസ് two commodities, good A and B. Constrained ആണ് അല്ലേ. കൺസ്ട്രെയിൻഡ് ആണ് ലിമിറ്റേഷൻസ്. എനിക്ക് തോന്നിയ പോലെ വാങ്ങി കഴിക്കാൻ പറ്റില്ല. മൈ ഇൻകം ഈസ് മൈ കൺസ്ട്രെയിൻറ്റ്. ഓക്കെ, അപ്പോൾ അവിടെ അതുപോലെ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. അപ്പോൾ ഈ ബജറ്റ് ലൈൻ, അതുപോലെ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഫോർത്ത് മൊഡ്യൂൾ വരുന്ന ഐസോ കോസ്റ്റ് ലൈൻ. ഇവിടെ ബജറ്റ് ലൈൻ ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരിക്കും? ഐസോ കോസ്റ്റ് ലൈൻ. നല്ല രീതിയിൽ മനസ്സിലാക്കാം. Now another question, distinguish between normal good and given good. നല്ല രീതിയിൽ മനസ്സിലാക്കിയോളൂ. ലക്ഷറി ഗുഡ്, ഗിഫൺ ഗുഡ്, നോർമൽ ഗുഡ്, വെബ്ലൻ ഗുഡ്, ഈ ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അതുപോലെ why does demand curve slope downward from left to right? അതുപോലെ exceptions to the law of demand. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. 9th question, explain the concept of consumer surplus. മാർഷലിൻ്റെ പെർസ്പെക്റ്റീവ്, ഇക്സിൻ്റെ പെർസ്പെക്റ്റീവിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. ദെൻ 10th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ റിട്ടേൺസ് ടു സ്കെയിൽ? റിട്ടേൺസ് ടു സ്കെയിൽ, ലോങ് റൺ പ്രൊഡക്ഷൻ അനാലിസിസ്, ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. റിട്ടേൺസ് ടു സ്കെയിൽ, ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പോൾ എല്ലാം ഇവിടെ എന്താണ്? ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ വേരിയബിൾ. ദാറ്റ് ഈസ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. That is, at least one production function is variable, law of variable proportions. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, പെയറായിട്ട് പഠിക്കുക. ഓക്കെ, 11th ക്വസ്റ്റ്യൻ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റ് ആൻഡ് ആവറേജ് കോസ്റ്റ്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 5 മാർക്കിന് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കുക. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇതിൻ്റെ കർവ് വരക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ട് വരക്കാം. COX ഔട്ട്പുട്ട്, then here cost OY, C average cost, then here marginal cost,
ഇവിടെ ഞങ്ങൾ ഈ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യും ഇവിടെയാണ്. ആവറേജ് കോസ്റ്റിൻ്റെ ഏറ്റവും ബോട്ടം പൊസിഷനിലാണോ മാർജിനൽ കോസ്റ്റ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ കുട്ടിക്ക് അത്യാവശ്യം അറിയാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇതോടെ ബേസിക് ഇതിപ്പോൾ ഇവിടെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെയൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ഞങ്ങൾ വളരെ കുറഞ്ഞ മാർക്ക് കൊടുക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് അല്ലേ 3-4 പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് അറിയാം. ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഫോർത്ത് മൊഡ്യൂൾ വരുന്ന തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റ് ആൻഡ് ഓൾസോ മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്, സോസർ ഷേപ്പ്ഡ് കർവുകൾ. ഓക്കെ, ട്രഡീഷണൽ കോസ്റ്റ് നമ്മളെല്ലാവരും പഠിക്കുന്ന ടൈപ്സ് ഓഫ് കോസ്റ്റ് ഒക്കെ, എക്കണോമിക് കോസ്റ്റ്, explicit cost, implicit cost, real cost, opportunity cost, then fixed cost, variable cost, marginal cost. ഈ ടോപ്പിക്സ് ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഓരോ ഡെഫിനിഷനൊക്കെ ഓർത്ത് വെക്കുക. റൈറ്റ്, അതിൻ്റെ കർവിൻ്റെ ഷേപ്പും കാര്യങ്ങളും ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് 5 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് മൈക്രോ എക്കണോമിക്സ് 1 നിസ്സാരാക്കണ്ട. നിങ്ങൾ 5th സെമസ്റ്ററിൽ നിങ്ങൾക്കൊരു കോർ കോഴ്സ് ഉണ്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിലബസ് നോക്കാം, ഞാൻ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ മൈക്രോ എക്കണോമിക്സ് നല്ല ഉഷാറായിട്ട് പഠിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വളരെ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതുപോലെ തന്നെ കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷനിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഫോർത്ത് മൊഡ്യൂൾ, പ്രോപ്പർട്ടീസ് ഓഫ് കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, CD ഫംഗ്ഷൻ ഷോർട്ടായിട്ട് പറയാം, കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. കോപ്പ് ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Q is equal to A into L raised to alpha into K raised to beta. Okay, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സിമിലർലി the question like why demand curve is sloping downwards, ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ സെക്കൻഡ് മൊഡ്യൂൾ. ഓക്കെ, ഇതേ ടോപ്പിക്കിൻ്റെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നൗ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? why supply curve is sloping upward from left to right, ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ. ഓക്കെ, അങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാം. റൈറ്റ്, ദെൻ സി വാട്ട് ഈസ് ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, അതിന് മുമ്പ് 13ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ്, എക്സ്റ്റൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് ഞാൻ സെക്കൻഡ് ടൈപ്പാണ്, ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഡിമാൻഡ് മാറിപ്പോകരുത്. Similarly, extension and contraction of supply, increase and decrease in supply or shift in supply curve. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ അനലൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമിലർലി വാട്ട് ഈസ് ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പെർസെൻറ്റേജ് മെത്തേഡ്, ആർക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാര്യങ്ങൾ മനസ്സിലാക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആൻഡ് ഓൾസോ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. റൈറ്റ്, 15th question, explain the transitivity assumption. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് അസംഷൻസ്, ഐസോകോണ്ടിൻ്റെ പ്രോപ്പർട്ടീസ് അസംഷൻസ്, പ്ലസ് ടൈപ്സ് ഓഫ് ഐസോകോണ്ട്, കിങ്ഡ് ഐസോകോണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട്, കോൺവെക്സ് ഓർ സ്മൂത്ത് ഐസോകോണ്ട്, ലിയോണ്ടിപ്പ് ഐസോകോണ്ട് ആണ് എന്ത് എൽ ഷേപ്പ്ഡ് വരുന്ന, അതിന് വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസോകോണ്ട്. ഈ ടോപ്പിക്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാം. പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്ഷൻ ബിയിൽ വരുന്ന പാരഗ്രാഫ് ടൈപ്പ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് ഓഫ് തിയറൈസിങ്. ഞാൻ കൂടുതൽ പറയേണ്ട, നിങ്ങൾക്കറിയാം. എക്സ്പ്ലെയിൻ ദ ലോ ഓഫ് ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. നമ്മൾ ഇതേ വീഡിയോ ഈ ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് മീൻ ബൈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഇതിൻ്റെയൊക്കെ പാരലൽ ആയിട്ടായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക, സപ്ലൈ റിലേറ്റഡ്. ഇതിൽ ഒത്തിരി ഡിമാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും, സപ്ലൈ ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ 2 ഏരിയാസ്, കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ് സെക്കൻഡ് മൊഡ്യൂൾ വളരെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കും. 19th question, what are the important measures of elasticity of demand? Measures. Right. Now, critically examine the law of equimarginal utility. നിങ്ങൾക്ക് ഇനി പ്രതീക്ഷിക്കാം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഓക്കെ, 2 ടോപ്പിക് നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. Then next one, what are the important properties of indifference curve? ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ, 3rd മൊഡ്യൂൾ വരുന്നത്. ഇൻഡിഫറൻസ് കർവ് മാപ്പ്, അസംഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, കോൺവെക്സ് ഒറിജിൻ ആണ്, നെവർ കട്ട്, നെവർ ടാൻജൻറ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ പ്രോപ്പർട്ടീസ് നോക്കുക. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് ഉപയോഗിച്ചിട്ട് കൺസ്യൂമർ ഇക്വിലിബ്രിയം, ബജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ്. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്കൊരു SL വന്നാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സി
y o x. Here you know output x, here you know output y. See, this is the budget line, and we can see the indifference curve IC1, and this is the indifference curve 2, IC1 IC2. This is indifference curve 3. ഇങ്ങനെ ഹയർ ലെവലിലേക്ക് പോകുന്തോറും എന്താണ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ ഇൻഡിഫറൻസ് കർവ് 3ലേക്ക് എത്താൻ പറ്റില്ല. കാരണം ഇതാണ് ബജറ്റ് ലൈൻ, കൺസ്ട്രെയിൻഡ് ആണ്. ദിസ് ഈസ് ദ ടാൻജന്റ്. സി, ദിസ് ഈസ് ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ, കൺസ്യൂമർ ഏറ്റവും കൂടുതൽ മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. കാരണം എന്താ, ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് ദാറ്റ് ഈസ് Px/Py is equal to MRS. Px/Py is equal to MRS, marginal rate of substitution xy. ദിസ് ഈസ് ദ കണ്ടീഷൻ. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. ഇതേ മാറ്റർ തന്നെയാണ് എന്ത് ഐസോകോണ്ട് വെച്ചിട്ടുള്ള അനാലിസിസ്. നമുക്കതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ എസ്സേക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എക്സാമിൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് കോപ്പ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, CD ഫംഗ്ഷൻ. ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് പ്ലസ് മൈക്രോ എക്കണോമിക്സിന് വേണ്ടിയിട്ട് കോപ്പ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർട്ടീസിൻ്റെ എല്ലാ നിങ്ങൾ പ്രൂഫൊന്നും കാര്യങ്ങൾ വേണ്ട, ബട്ട് അതിൻ്റെ ലിസ്റ്റ് ചെയ്തിട്ട് പഠിക്കുക. ഒരു 5 മുതൽ 7 വരെയുള്ള പ്രോപ്പർട്ടീസ് നല്ല രീതിയിൽ പഠിക്കുക. കോപ്പ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷന്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എന്താണ് അത് മീൻ ചെയ്യുന്നത്, ലേബറിൻ്റെ ഷെയർ, ക്യാപിറ്റലിൻ്റെ ഷെയർ, ഔട്ട്പുട്ട് ഇലാസ്റ്റിസിറ്റി, ഫാക്ടർ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കാരണം കോപ്പ്-ഡഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. സ്കിപ്പ് ചെയ്യരുത്, കാരണം ടോപ്പിക്ക് ടഫാണെന്ന് സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ, മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് നിങ്ങൾ 5th മൊഡ്യൂൾ വേണ്ട പ്രധാനപ്പെട്ട ഏരിയയാണ്. ഓക്കെ, നല്ല ഉഷാറായിട്ട് ഇപ്പോൾ തന്നെ പഠിക്കുക. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കലി എക്സാമിൻ ദ റിവീൽഡ് പ്രിഫറൻസ് തിയറി ഓഫ് പോൾ എ സാമുവൽസൺ. റിവീൽഡ് പ്രിഫറൻസ് തിയറി ഒരു 5 മാർക്കിൻ്റെ രീതിയിൽ മനസ്സിലാക്കുക. നമ്മുടെ സ്ട്രോങ് ഓർഡറിങ് ബേസ് ചെയ്തിട്ടാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. ഇൻഡിഫറൻസ് കർവ് എന്താണ്, വീക്ക് ഓർഡറിങ് ആണ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഹിൻഡ് തരാണ്, നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോകും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഏരിയ ആണ്. നിങ്ങൾക്ക് നിർബന്ധമായിട്ട് വരും. ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണ്, അതിൻ്റെ സ്ലോപ്പ്, ബന്ധപ്പെട്ട കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ നമ്മൾ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, നൗ സെക്ഷൻ സി ലോങ് എസ്സേ ടൈപ്പാണ്. നല്ല ഉഷാറായിട്ട് എഴുതുക. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഇതിൽ വരുന്നത് അനലൈസ് ദ ഇക്വിലിബ്രിയം ഓഫ് എ കൺസ്യൂമർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ടെക്നിക്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട എത്ര ക്വസ്റ്റ്യൻസാണ്? 2 മാർക്ക്. അതുപോലെ പാരഗ്രാഫ് ടൈപ്പ്, എഗെയിൻ എസ്സേ. നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇനി ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ഐസോകോണ്ടുമായി ബന്ധപ്പെട്ടതാവാം. ഞാൻ പറഞ്ഞു ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. ഈസി ആയിട്ട് നിങ്ങൾ പെയറായിട്ട് ജോഡിയായിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ വളരെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കലി എക്സാമിൻ ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ്. ഓക്കെ, നമുക്കറിയാം ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കർവ് ഞാൻ വളരെ സിമ്പിളായിട്ട് കൊടുക്കുകയാണ്. സി എക്സ് ഒ വൈ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാം. സി ഹിയർ ഔട്ട്പുട്ട്, then you can see here total product, average product and marginal product. See total product, this is the maximum. Just വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് വരച്ചു തരാണ്. This is marginal product. ഇവിടെ ഞങ്ങൾ പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നോക്കുക, ടോട്ടൽ പ്രോഡക്റ്റ് മാക്സിമം ആകുമ്പോൾ മാർജിനൽ പ്രോഡക്റ്റ് 0 ആവണം. ഓക്കെ, ദെൻ പിന്നെ ഞങ്ങൾ നോക്കുന്നത് ആവറേജ് പ്രോഡക്റ്റ് ഒരിക്കലും വരുന്നത് നെഗറ്റീവ് ആവില്ല. ആവറേജ് പ്രോഡക്റ്റ് ടോപ്പ് ആകുമ്പോൾ ആവറേജ് പ്രോഡക്റ്റും മാർജിനൽ പ്രോഡക്റ്റും ഈക്വൽ ആവണം. സി, അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോക്കുക. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. വളരെ സ്പീഡായിട്ടൊന്ന് വരച്ച സംഭവമാണ്, വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഓരോന്നിനും ഓരോ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ നോക്കുക. റാഷണൽ പ്രൊഡ്യൂസർ ഈ സെക്കൻഡ് സ്റ്റേജിലാണ് ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് വരക്കുക. ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് ഇവിടെ വെച്ചിട്ട് അങ്ങനെ വരക്കുന്നത് കാണാം. പുസ്തകത്തിൽ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. കാരണം ഈ കർവ് നല്ല രീതിയിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാക്സിമം മാർക്ക് കൊടുക്കും. ഓക്കെ, ഇനി റിട്ടേൺസ് ടു സ്കെയിൽ ആണെങ്കിൽ എന്താണ്, ജസ്റ്റ് അല്ലേ ഇങ്ങനെയാണ്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ, കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, ABCD. റൈറ്റ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അപ്ലോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. ഇതൊക്കെ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് ഡീൽ ചെയ്യാം. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സംഭവം. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വരയ്ക്കുക. കാരണം ഇതിനൊരു ടെക്നിക്ക് ഉണ്ട്. ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, ദെൻ ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, ദെൻ ഡിമിനിഷിങ്. ഓക്കെ, അതേപോലെ ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ് സംഭവങ്ങൾ വരും.
ഇവിടെ ടോട്ടൽ പ്രോഡക്റ്റ് എന്താ 2 മാർക്ക്, ആവറേജ് പ്രോഡക്റ്റ് ഷോർട്ട് ആൻസർ, മാർജിനൽ പ്രോഡക്റ്റ് ഷോർട്ട് ആൻസർ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MP ആൻഡ് TP, ഇങ്ങനെ 5 മാർക്ക് അതുപോലെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. റൈറ്റ്. അപ്പോൾ ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കുക. 26th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ഞാൻ ഫസ്റ്റ് മൊഡ്യൂൾ പറഞ്ഞതാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, എക്സെട്ര എക്സെട്ര. ഓക്കെ, അതിൽ ഹൗ ടു പ്രൊഡ്യൂസിലൊക്കെ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഡെഫിനേഷൻ ഒക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ 27th, ഡീകമ്പോസ് ദ പ്രൈസ് ഇഫക്റ്റ് ഇൻ ടു ഇൻകം ഇഫക്റ്റ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് യൂസിങ് ഇക്സിയൻ അപ്രോച്ച്. സ്ലഡ്കി അപ്രോച്ച് ഉണ്ട്, അതുപോലെ ഇക്സിയൻ അപ്രോച്ച് ഉണ്ട്. രണ്ടും വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, ഇൻക്ലൂഡിങ് ചാപ്റ്റർ വൈസ് അനാലിസിസ്. നല്ല രീതിയിൽ ചിട്ടയോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. 4 മൊഡ്യൂളാണ്. A to Z അനലൈസ് ചെയ്തിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല സ്ട്രാറ്റജി ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ എക്സാം എഴുതേണ്ട പാറ്റേൺ കാര്യങ്ങളിലുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു ആൻസർ ഷീറ്റ് ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയുള്ളൊരു ചെറിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.